പക്ഷേ ഏറെ സങ്കടകരം, ഇന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില ആളുകൾക്ക് അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് പിശാചിന്റെ പാതയായി തോന്നുന്നു. അതുകൊണ്ടാണ് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ പ്രസിദ്ധമാക്കപ്പെട്ട ജാറ മക്ബറ വ്യവസായങ്ങളും പ്രവാചകന്റെ തിരുകേശത്തെ പോലും ആത്മീയ വാണിഭവം നടത്തുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട വ്യക്തി പറയുന്നു, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളത് പിശാചിന്റെ വാദമാണ്. സുന്നത്ത് ജമാഅത്ത് എന്നറിയപ്പെടുന്ന ഞങ്ങൾക്ക് ആ വാദമില്ല. മുൻകാലഘട്ടത്തിൽ മരിച്ചുപോയ ഔലിയാക്കളോട് അവരുടെ കറാമത്തിൽപ്പെട്ടത് ചോദിച്ചാൽ, അവരോട് ഇസ്തിഗ്ഫാറോ പാപമോചനമോ സഹായമോ ചോദിച്ചാൽ അതൊരിക്കലും ഇസ്ലാമിന്റെ അകലെയല്ല എന്ന് വ്യാഖ്യാനിക്കുന്ന, പച്ചക്ക് പറയുന്ന ഒരു സമൂഹം നമ്മളുടെ കേരളക്കരയിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ അടയാളം ഇസ്ലാമിനെ ഒരു മര്യാദയും ഒരു സൂക്ഷ്മതയും നിലവാരവുമില്ലാതെ അവതരിപ്പിക്കും. ഈ അടുത്ത കാലഘട്ടങ്ങളിലായി പലപ്പോഴും ഇസ്ലാമിനെ മറ്റുള്ളവർ പരിഹസിക്കാൻ കാരണക്കാരാവുന്നത് ഇത്തരക്കാരുടെ വചനങ്ങളും അവരുടെ പ്രയോഗങ്ങളുമാണ്. ഇല്ലാത്ത ചില കറാമത്തുകൾ കെട്ടിച്ചമച്ച് നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന, അതല്ലെങ്കിൽ പണ്ടുകാലത്തുള്ള ബാലരമയും ബാലഭൂമിയും വായിച്ച് ടിങ്കനെയും മായാവിയെയും പറ്റി മനസ്സിലുള്ള ആളുകൾക്ക് അതേ കോലത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്തുകൾ വ്യാഖ്യാനിക്കുന്ന ചില പുരോഹിതന്മാർ. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പ്രചരിപ്പിച്ചു. എന്തൊക്കെ കഥകൾ ഇസ്ലാമിന്റെ പേരിൽ ചിലരുണ്ടാക്കി. തലേക്കെട്ടുകാരായ, അതല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന പുരോഹിതന്മാർ അള്ളാഹുവിന്റെ ദീനിനെ പച്ചക്ക് പറയേണ്ടതിന് പകരം കറാമത്തുകൾ മാത്രം, ഇല്ലാത്ത കഥകൾ പറഞ്ഞു പരത്താൻ തുടങ്ങി. തൊട്ടടുത്തുള്ള മക്കാമിലെ CM മക്കാമിലെ മടവൂരിലെ ഷെയ്ഖിനെ പറ്റി ഇക്കഴിഞ്ഞ ദിവസങ്ങളായി ചിലർ പാടിപ്പറഞ്ഞത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിനെ ആളുകൾ കളിയാക്കുകയാണ്. CM മക്കാമിലെ ഷെയ്ഖ് തന്റെ മുരീദിന്റെ കൂടെ യാത്ര പുറപ്പെട്ടു. വെള്ളം കിട്ടാതെ, അഥവാ ഭക്ഷണം കിട്ടി, എന്നാൽ ഇടക്ക് വെച്ച് അവരുടെ വാഹനം നിന്നുപോയി. കാരണം അന്വേഷിച്ചപ്പം അതിൽ പെട്രോൾ തീർന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പെട്രോൾ കിട്ടാനുള്ള സാഹചര്യമില്ല എന്നറിയിച്ചപ്പോ മഹാനവർകൾ ഷെയ്ഖ് പറഞ്ഞു പോലും തൊട്ടടുത്തുള്ള ഹോട്ടലിലെ ഒരു പാത്രത്തിൽ നിറയെ ചൂടുവെള്ളം കൊണ്ടുവരണം. എന്നിട്ട് ആ ചൂടുവെള്ളം മഹാനവർകൾ വറ്റിക്കിടക്കുന്ന ടാങ്കിലേക്ക് ഒഴിച്ചു. മീറ്റർ അതാ ഫുൾ ടാങ്ക് ആയിട്ട് കാണിക്കുന്നു. അതിനുശേഷം അവർ യാത്ര പുറപ്പെട്ടു. ഇടയ്ക്കെപ്പോഴോ വെച്ച് വീണ്ടും ആ പെട്രോൾ തീർന്നു. പക്ഷേ പെട്രോൾ ഇല്ലാതെയും 8 ദിവസം ആ വാഹനം ഓടിയിട്ടാണ് ആളുകൾ പോലും അതിൽ പെട്രോൾ ഇല്ല എന്നറിയുന്നത്. ഇങ്ങനെ എത്രയെത്ര കഥകൾ. ഒരാൾക്ക് ഇസ്ലാമിനെ കളിയാക്കാനുള്ള മുഴുവൻ വകുപ്പുകളും ഇത്തരത്തിലുള്ള ആളുകൾ നിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 2 അടി പാലത്തിന്റെ അടുത്തേക്ക് കറാമത്തോടെ ഷെയ്ഖിന്റെ വാഹനമെത്തി. ഡ്രൈവർ പുറത്തിറങ്ങി ഷെയ്ഖിനോട് പറഞ്ഞു, ഷെയ്ഖേ 2 അടി പാലമേയുള്ളൂ, ഒരാൾക്ക് കഷ്ടിച്ചു പോകാനേ പറ്റൂ, അതുകൊണ്ട് വാഹനം ഇവിടെ നിർത്തി കുറച്ച് ചളി ചവിട്ടിയിട്ട് പോകേണ്ടി വരും. ഷെയ്ഖ് ഒരൽപ്പം മിണ്ടാതിരുന്നു. വീണ്ടും ഡ്രൈവറോട് ആജ്ഞാപിച്ചു, വണ്ടിയെടുക്കട. വണ്ടിയെടുത്ത ഡ്രൈവർ കാണുന്നത് 2 ഇഞ്ച് പാലത്തിന്റെ മുകളിലൂടെ 4-5 ഇഞ്ചുള്ള ജീപ്പ് 2 ഭാഗത്തും ചിറക് വെച്ചതുപോലെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാ ചിലർ ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നത്. ഇതൊക്കെയാ ചില മാലപ്പാട്ടുകളിലും കിതാബുകളിലും എഴുതി വെച്ചത്. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളുടെ കൽപകമെന്നോവർ, ചത്ത ജഗത്തിനെ ജീവനിടിച്ചോവർ, ചാകും കിലേശത്തെ നന്നാക്കി വിട്ടോവർ. എന്റെ മുരീദിന്റെ എന്റെ അനുവാദമില്ലാതെ മരിപ്പിക്കാൻ പാടില്ല. ഉള്ളാട് തങ്ങളും മുനമ്പത്ത് ബീവിയും മൊഹീദ്ദീൻ ഷെയ്ഖും ഇങ്ങനെ CM മക്കാമിൽ ആളുകളും ഇല്ലാത്ത ചില കറാമത്തിന്റെ കഥകൾ. ഇതൊക്കെ ആരെഴുതി വെച്ചതാ? അവരുടെ മരണശേഷം അവരുടെ പേരിൽ ചിലർ കെട്ടിച്ചമച്ചത്. എവിടെയൊക്കെയോ ആരൊക്കെയോ എഴുതി വെച്ചത്. ഇവിടെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്, ഇത്തരത്തിലുള്ള കറാമത്ത് കഥകൾ നിഷേധിച്ചാലോ അത് തെറ്റാണെന്ന് പറഞ്ഞാലോ ഉടനെ അടുത്ത ഭാഗം വരും, കുറ്റം കിട്ടും, ഞങ്ങളുടെ ശൈഖന്മാരുടെ കുറ്റം കിട്ടും. അത് നിഷേധിക്കുന്ന ആളുകളെ പിന്നെ സമൂഹത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നത് പ്രവാചകന്റെ സിഫത്തുകളെ, കറാമത്തുകളെ അതാ ഇന്ന കൂട്ടര് നിഷേധിക്കുന്നു. ഒരിക്കലും
അള്ളാഹുവിന്റെ റസൂലുള്ളാന്റെ കറാമത്തോ മോചിതത്തോ നമ്മൾ നിഷേധിക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂലുള്ള കള്ള കൊടുത്ത മോചിതത്താണ്, അഥവാ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ. എന്താണ് മോചിതത്ത്? ശത്രുക്കൾക്കെതിരിൽ ഇസ്ലാമിന്റെ പ്രഭ സത്യം ബോധ്യപ്പെടുത്താൻ അല്ലാഹു തആല നേർക്ക് നേരെ വെളിവാക്കുന്ന അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങൾ, അതാണ് മുഅ്ജിസത്ത്. മുഹമ്മദ് റസൂലുള്ളാന്റെ ഖുർആനിനെ പോലെ, മൂസാ നബിയുടെ പാമ്പാക്കപ്പെട്ട വടിയെ പോലെ, കക്ഷത്തിലേക്ക് വെച്ചപ്പം തെളിഞ്ഞ കൈകളെ പോലെ, ചെങ്കടല് പിളർന്നപ്പോഴുണ്ടായ അനുഭവം പോലെ, അത് പ്രവാചകന്മാർക്ക് അള്ള കൊടുക്കുന്ന മുഅ്ജിസത്ത. അള്ളാഹുവിന്റെ ദീന് ജനങ്ങൾ വിശ്വസിക്കാൻ, ജനങ്ങൾ മനസ്സിലാക്കാൻ, അത് അള്ളാന്റെ അരികിൽ നിന്നും പ്രവാചകന്മാരിലേക്ക് അള്ള കൊടുക്കുന്നത്. പക്ഷേ എന്താണ് കറാമത്ത്? അള്ള ഇഷ്ടപ്പെട്ട ചില ഔലിയാക്കൾക്ക്, ആരാണ് ഔലിയ എന്ന് പിന്നീട് നമ്മൾ ഓർമ്മപ്പെടണം. അള്ളാഹു ഇഷ്ടപ്പെട്ട ഔലിയാക്കൾക്ക് അള്ള കൊടുക്കുന്ന ചില പ്രത്യേക കഴിവുകൾ, അത് മുൻപ് അവർക്ക് അറിയില്ല. അത് കിട്ടുമ്പോഴേ അവർക്ക് അതുള്ളൂ എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. പിന്നെ ആ കഴിവ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അള്ളാന്റെ റസൂലുള്ളാക്കും കറാമത്ത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ സൗർ ഗുഹയിൽ അലി ഇബ്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പാമ്പ് കടിച്ചപ്പോ അള്ളാഹുവിന്റെ വഹി ഇറങ്ങി, റസൂലേ താങ്കൾ ഉമിനീരെടുത്ത് തേച്ചാൽ മതി, പാമ്പിന്റെ വിഷമിറങ്ങിപ്പോകും. അതുവരെ റസൂലുള്ളാഹ്ക്ക് അതറിയില്ല. കരയുന്ന റസൂലുള്ളാഹിനോട് പടച്ച റബ്ബിന്റെ വഹിയാണത്. പക്ഷെ പിന്നീട് ഒരിക്കലും നിന്റെ ഉമിനീരുണ്ട് ട്ടോ എല്ലാ വിഷത്തിനും എന്ന് അള്ളാന്റെ പ്രവാചകൻ അതിന്റെ പേരിൽ അഭിമാനം കൊണ്ടിട്ടില്ല. അതോടൊപ്പം തന്നെ വെള്ളമില്ലാത്തൊരു സമയം അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൈകളിലേക്ക് ഒരു പാട്ടയുള്ള ആകെ വെള്ളം 150-ൽ പരം സഹാബത്തിന് ഒഴിച്ചു കൊടുത്തപ്പോ എല്ലാവർക്കും ഒതു എടുക്കാൻ പറ്റി. വീണ്ടും പാട്ടയിൽ ഫുള്ളും വെള്ളമുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും മദീനയിലും മക്കയിലും വരൾച്ച വന്നപ്പോ ആ പാട്ടങ്ങെടുക്ക്, അതൊരു നിറകുടത്തിന്റെ പാട്ടയാ, അതിന്റെ കറാമത്താ എന്ന് പറഞ്ഞ ആ പാട്ടയെ സമീപിച്ചിട്ടില്ല. ആ പാട്ടയിൽ വെള്ളം തന്ന റബ്ബിനോട്, പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും, കറാമത്തെന്നാൽ ഒരു വ്യക്തിക്ക് നേരത്തെ അറിയില്ല. അത് എഴുതി വെക്കാനോ അല്ലെങ്കിൽ എനിക്കത് കിട്ടുമെന്നോ പറയാൻ സാധിക്കില്ല. താൽക്കാലികമായി അള്ള ആ സമയത്ത് കൊടുക്കുന്നതാണ് വ്യക്തികളുടെ കറാമത്ത്. അത് ആർക്കാ റബ്ബ് കൊടുക്കുക? എനിക്ക് 40 ജസദുണ്ട്, ഒന്ന് മസ്ജിദുൽ അഖ്സയിൽ, ഒന്ന് മസ്ജിദുൽ നബവിയിൽ, ഒന്ന് ഇന്ന പള്ളിയിൽ എന്നും പറഞ്ഞ് നമസ്കരിക്കാതെ കുളിക്കാതെ നഖം വെട്ടാതെ നടക്കുന്നവർക്കല്ല. ഏതെങ്കിലും കുപ്പസ്വാമിമാർക്കോ അല്ലെങ്കിൽ കടലിലേക്ക് എറിഞ്ഞിട്ട് വീണ്ടും കരക്കടിഞ്ഞ മുനമ്പത്തെ ശവമായിരുന്ന ബീവിയുടെ ശവത്തിനല്ല. ആർക്കാ റബ്ബിന്റെ കറാമത്ത്? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ റബ്ബിന്റെ കറാമത്ത് കൊടുക്കുന്നവരെ പറ്റി വിശദീകരിച്ചപ്പോ പറഞ്ഞു, അല്ലദീന ആമനു, അവർ കറകളഞ്ഞ വിശ്വാസികളായിരിക്കും. ആമനു, കറകളഞ്ഞ വിശ്വാസികൾ. ഒരിക്കലും അള്ളാഹു അല്ലാത്തവരിലേക്ക് അവർ ജനങ്ങളെ ക്ഷണിക്കില്ല. എന്നോട് നിങ്ങൾ പ്രാർത്ഥിച്ചോ, എന്നോട് സഹായം ചോദിച്ചോ എന്നവർ പറയില്ല. എന്റെ കറാമത്ത് കൊണ്ട് നിങ്ങൾ റബ്ബിനോട് ഇടയാളനായി തേടിക്കോ എന്നവർ പറയില്ല. അല്ലദീന ആമനു, കാരണം അവര് വിശ്വാസികളായിരിക്കും. വകാനൂ യത്തഖൂൻ, അതോടൊപ്പം തന്നെ ഓരോ വിഷയത്തിലും അവര് സൂക്ഷ്മത പാലിക്കുന്നവരായിരിക്കും. മുൻകാലഘട്ടത്തിലുള്ള പലർക്കും അല്ലാഹു തആല കറാമത്ത് കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അഥവാ പ്രവാചകനായിരുന്ന ഈസാ നബിയുടെ മാതാവ് മറിയം ബീവിക്ക്, മറിയം ബീവിയെ ഒറ്റപ്പെട്ട ഒരു പ്രദേശത്ത് റബ്ബിന്റെ തീരുമാനപ്രകാരം സക്കരിയ എന്ന വാപ്പ ഉപേക്ഷിക്കുകയും ആ പെണ്ണ് ഗർഭിണിയാകുകയും ചെയ്ത സന്ദർഭം, സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകളെ സന്ദർശിക്കാൻ വരുമ്പോ കുല്ലമാ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ, ആ മിഹ്റാബിന്റെ അടുത്തേക്ക് സക്കരിയ എപ്പോ കയറി ചെന്നാലും വജദ ഇൻദഹാ റിസ്കൻ, അപ്പോൾ ആ മിഹ്റാബിന്റെ അടുത്ത് ഭക്ഷണം കാണും. മറിയമിന് സക്കരിയ അല്ലാതെ മറ്റൊരാൾ ഭക്ഷണം എത്തിക്കാറില്ല. എന്നിട്ടും അവിടെ എങ്ങനെ ഭക്ഷണം എത്തി? ആരോരുമില്ലാത്ത ആ സദസ്സിൽ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മറിയം ബീവി നിൽക്കുമ്പോ, കിടക്കുമ്പോ, ഗർഭം ധരിച്ച് ജീവിക്കുമ്പോ ആരാണ് ആ ഭക്ഷണം എത്തിച്ചത്? ഖാല യാ മറിയം, ചോദിച്ചു, അല്ലയോ മറിയം, അന്നീ ലക്കി ഹാദാ, ഇതാരാണ് നിനക്ക് ഈ ഭക്ഷണം എത്തിച്ചു തന്നത്? ഖാലത്, മറിയം തിരിച്ചു പറഞ്ഞു, ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്, അതെന്റെ റബ്ബ് എനിക്ക് എത്തിച്ചു തന്നതാ, അത് റബ്ബ് എനിക്ക് എത്തിച്ചു തന്ന എന്റെ ഭക്ഷണമാണ്. മറിയം ബീവി പിന്നെ പ്രസവിച്ചു. ആ നാട്ടിലും വരൾച്ചയുണ്ടായി. പിന്നെ ആരും മറിയം ബീവിയോട്
മറിയം ബീവിയെ നിന്റെ കറാമത്ത് കൊണ്ട് ഞങ്ങളെ കാക്കണം. അല്ലെങ്കിൽ മറിയം ബീവി പറഞ്ഞിട്ടില്ല, ഭക്ഷണം കിട്ടാത്തവരൊക്കെ എന്റെ അടുത്ത് വരട്ടെ, എനിക്കൊരു പ്രത്യേകിച്ചൊരു കറാമത്തുണ്ട്, ഞാൻ എവിടെ പോയാലും ഭക്ഷണം അടുത്തേക്ക് വരും, അതുകൊണ്ട് ഞാൻ ഭക്ഷണം തരും. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമ പറഞ്ഞിട്ടില്ല. കാരണം ആ സമയത്തേക്ക് മാത്രം അല്ലാഹു തആല കൊടുത്തതായിരുന്നു. അതോടൊപ്പം തന്നെ ജുറൈജ് എന്ന സ്വഹാബിയുടെ കഥ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു കഥയായിരുന്നു. ജുറൈജ് എന്ന ഇബാദത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അവന്റെ ഉമ്മ കാണാൻ വന്നു. നമസ്കരിക്കുന്നതിനിടയിൽ ഉമ്മ വിളിച്ചു, മോനെ ജുറൈജെ. ജുറൈജ് വിളി കേട്ടില്ല. വീണ്ടും വിളിച്ചു, മോനെ ജുറൈജെ. മലമുകളിൽ നമസ്കരിക്കുന്ന ജുറൈജ് ആ വിളിക്കുത്തരം നൽകിയില്ല. 3 തവണ വിളിച്ചിട്ടും മകൻ ഉത്തരം തരാതായപ്പോ ആ ഉമ്മ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, എന്റെ റബ്ബേ, എന്റെ മകനെ ഒരു വേശ്യപ്പെണ്ണുമായി കൂട്ടിയോജിച്ചിട്ടല്ലാതെ നീ എന്നെ അവനെ മരിപ്പിക്കരുത്. ആ ജുറൈജ് താമസിക്കുന്ന വീടിന്റെ ചുറ്റും ഒരു പെണ്ണ് ആടുകളെ മേയ്ക്കാൻ വരാറുണ്ടായിരുന്നു. പിന്നീടാണ് ആ പെണ്ണ് ഗർഭിണിയായതും ആ ഗർഭത്തിന്റെ ഉത്തരവാദി ആരെന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് തിരിച്ചു പറഞ്ഞു, ജുറൈജാണ് എന്റെ ഗർഭത്തിന്റെ ഉത്തരവാദി. ജുറൈജ് അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, നാദാ, എന്റെ നിരപരാധിത്വം എനിക്ക് ബോധ്യപ്പെടണം. അതുകൊണ്ട് നാദാ, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. എന്റെ ഉമ്മാന്റെ വാക്കിന് ഞാൻ പ്രാധാന്യം കൊടുത്തില്ല. എന്നാലും റബ്ബേ, ഈ അപമാന ഭാരത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണം എന്ന് ജുറൈജ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാനോട് പ്രാർത്ഥിച്ചപ്പോ അള്ളാഹ് വഹി കൊടുത്തു, ജുറൈജ് ആ കുട്ടിയോട്, പ്രസവിച്ച കുട്ടിയോട് ചോദിക്കണം ആരാണ് അവന്റെ വാപ്പയെന്ന്. തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച 2ാമത്തെ കുട്ടിയാണ് ജുറൈജ് പറഞ്ഞ ആട്ടിടയായ പെൺകുട്ടിയുടെ കുട്ടി. അദ്ദേഹത്തിന് ചോദിക്കുന്ന സന്ദർഭം ജുറൈജ് ചോദിച്ച കുട്ടിയോട്, യാ ബാബൂസ്, അല്ലയോ പിഞ്ചുമോനെ കുട്ടി, മൻ അബൂക്ക, നിന്റെ വാപ്പയാരാ? ഇവര് പറയുന്നു ഞാനാണെന്ന്. എങ്കിൽ പറ, ആരാണ് നിന്റെ വാപ്പ? ആ കുട്ടി പറഞ്ഞു, റാഇ അൽ ഗനം, ഒരാട്ടിടയൻ, അഥവാ അതിന്റെ മറുഭാഗത്ത് ആടുകളെ മേയ്ക്കുന്ന ഒരാട്ടിടയനാണ് എന്റെ വാപ്പ. ഇതും അള്ളാഹുവിന്റെ ഒരു കറാമത്ത. അള്ള ഇഷ്ടപ്പെടുന്ന റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് അള്ള കൊടുക്കുന്നത്. ആ കിട്ടുന്ന നിമിഷം വരെ അവർക്കതറിയില്ല. എന്നിട്ടല്ലേ പാലത്തിന്റെ മുൻപിലിരിക്കുന്ന CM ഷെയ്ഖ് ഈ വണ്ടി വിട്ടോ എന്ന് പറയാ? എന്നിട്ടല്ലേ അതിന്റെ മുൻപ് നീ തളച്ച വെള്ളെടുക്ക്, അതൊക്കെ എനിക്കറിയാന്ന് പറയാ? അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് ആ സമയത്തെ അവർക്കറിയൂ. ഒരു പക്ഷേ നമ്മളിൽ പലർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഈ അടുത്ത ദിവസം ഒരു സഹോദരൻ പറഞ്ഞൊരു കഥയുണ്ട്. കറാമത്താവാം, റബ്ബിന്റെ സഹായമാവാം, പക്ഷേ അതിന്റെ പേരിൽ നിങ്ങളൊരു ചൂഷണത്തിന് മെനക്കെടരുത്. അതിന്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിനോട് സമനായിട്ട് നിങ്ങളെ സങ്കല്പിക്കരുത്. അതുകൊണ്ട് CM മക്കാമെ, അല്ലെങ്കിൽ മുമ്പാട് തങ്ങളെ, അല്ലെങ്കിൽ മുനബത്ത് ബീവിയെ, അല്ലെങ്കിൽ മുഹീദ്ദീൻ ഷെയ്ഖെ, അല്ലെങ്കിൽ ബദരീങ്ങളെ എന്ന് പ്രാർത്ഥിക്കരുത്. അവർക്ക് അള്ള കൊടുത്ത കഴിവ, അവരോട് കൂടി അത് അവസാനിച്ചു. പിന്നെ അത് ചൂഷണം ചെയ്യപ്പെടരുത്. എന്നതുകൊണ്ടാണ് അല്ലാഹു തആല പഠിപ്പിച്ചതും നിങ്ങളത് അള്ളാഹുവിന്റെ അരികിൽ നിന്നൊരു സഹായം കിട്ടുമ്പോ നിങ്ങൾ അതിനെ മറ്റൊരർത്ഥത്തിൽ കാണരുത്. അത് അല്ലാഹ് നിങ്ങളെ സ്നേഹിച്ച് നൽകുന്നതാ. അതെപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. നിങ്ങളെ ഈമാൻ കുറഞ്ഞോ അള്ളാന്റെ സഹായം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള ഒരു അനുഭവമായിരുന്നു ഒരു സുഹൃത്ത് ഓർമ്മപ്പെടുത്തിയത്. സൗദി അറേബ്യയിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന ചെറുപ്പക്കാരൻ, ഒരു ദിവസം അവൻ തന്റെ ജോലി സ്ഥലത്ത് കഴിഞ്ഞ് പള്ളിയിൽ ചെന്ന് നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായി അവന്റെ ഇഖാമ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന്. ഇതൊരു വിശ്വാസികൾക്ക് ഉൾക്കൊള്ളുന്ന കഥയായതുകൊണ്ട് ഞാനത് സൂചിപ്പിക്കുന്നത്. അയാൾ വല്ലാതെ ബേജാറായി. ആളുകൾക്കറിയാം 2000-ഓ 3000-ഓ ദിർഹം കൊടുത്താൽ, കുറച്ച് മെനക്കെട്ടാൽ വീണ്ടും ഇഖാമ കിട്ടും. എന്നാലും പുറത്തേക്ക് ഇറങ്ങാൻ അയാൾ പേടിച്ചു. വല്ലാതെ അസ്വസ്ഥനായി, സങ്കടപ്പെട്ടു. കണ്ണുനീരോടെ പല സ്ഥലത്തും അന്വേഷിച്ചു. അദ്ദേഹം പോയ സ്ഥാപനത്തിൽ തെരഞ്ഞു. അതിൻ്റെ ഇടയ്ക്കൊരു ഗാരേജിൽ അഥവാ കാർ വർക്ക്ഷോപ്പിന്റെ മുൻപിൽ അദ്ദേഹം എത്തി അന്വേഷിച്ചു. പള്ളിയിൽ വീണ്ടും വന്ന് തെരഞ്ഞു. വീണ്ടും അദ്ദേഹം ഒരു പേഴ്സ് എടുത്തത് ഗാരേജിൽ നിന്നാവാം എന്ന് ചിന്തിച്ച് അവിടേക്ക് തന്നെ ചെന്നു. തെരഞ്ഞിട്ടൊന്നും കിട്ടുന്നില്ല. അവസാനം അദ്ദേഹം തന്നെ പറയുന്ന കഥയാ. തട്ടുച്ച വെയിലത്ത് കത്തിയാളുമ്പോ ഞാൻ പുറത്തേക്ക് ഇറങ്ങി, അഥവാ നിസ്സഹായതയോടെ വേർപ്പിൽ കുളിച്ച്, ഞാൻ അക്കാലം വരെ എന്റെ റബ്ബിനെ ഞാൻ മറന്നിട്ടില്ല. എന്റെ മനസ്സിന്റെ ചിന്തയോടെ നാഥന്റെ നേരെ കൈ നീട്ടിയിട്ട് ഞാൻ പറഞ്ഞു, നാഥാ, എന്നെ നീ സഹായിക്കണം, എനിക്ക് ആ ഇഖാമ കിട്ടണം റബ്ബേ എന്ന് ഞാൻ കണ്ണ് നിറഞ്ഞ് സങ്കടത്തോടെ പ്രാർത്ഥിച്ചു. ഞാൻ ആ പ്രാർത്ഥന അവസാനിപ്പിച്ച് കൈ താത്തിയിട്ടിട്ടേയുള്ളൂ. ഒരടിക്കാല് മുൻപോട്ട് വെച്ചപ്പോ ദൂരത്തതാ എന്തോ ഒരു കുപ്പിക്കഷണം തിളങ്ങുന്നത് പോലെ തോന്നി. ചെന്നു നോക്കിയപ്പോ
എന്റെ ഇക്കാമയായിരുന്നു. ഇത് ഞാനൊരു കെട്ടുകഥയായിട്ട് പറയല്ല എന്നും പറഞ്ഞിട്ടാണ് ആ സഹോദരൻ അത് പറയുന്നത്. എന്നിട്ട് അയാൾ പറയുന്നു, നിന്റെ റബ്ബാണ് എനിക്കത് തന്നത്, റബ്ബിനെ കൈവിട്ടിട്ടില്ല. പക്ഷെ അതിനുശേഷം ആ വ്യക്തി മറ്റുള്ളവരോട് പറയുന്നത് ഇങ്ങനെയാണെന്ന് സങ്കല്പിക്കുക: ഇക്കാമ നഷ്ടപ്പെട്ടവരൊക്കെ എൻ്റെ അടുത്ത് വരണം, എനിക്കൊരു കറാമത്തുണ്ട്, ഞാൻ കൈനീട്ടിയ ഇക്കാമത്ത് നഷ്ടപ്പെട്ടു അയാൾക്കൊക്കെ കിട്ടും എന്ന് പറഞ്ഞ് തേടിയാൽ അത് ശിർക്കാണ്. അതിലേക്ക് ജനങ്ങളെ വിളിക്കാനോ ക്ഷണിക്കാനോ അത് പറഞ്ഞു നടക്കാനോ പാടില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നൊരു ഗുണമാണെങ്കിൽ മാത്രം നിങ്ങൾക്കത് മറ്റുള്ളവരോട് പറയാം. അല്ലെങ്കിൽ നിങ്ങളത് മറ്റൊരാളോടും നിങ്ങൾക്ക് കിട്ടിയ കറാമത്ത് വിളംബരം ചെയ്യാൻ പാടില്ല എന്ന് മഹാനായ ലോകത്തിന്റെ ആചാര്യൻ, ഇന്ന് ചിലർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മുഹീദ്ദീൻ ഷെയ്ഖ് തന്നെ പറയുന്നുണ്ട്. ഷെയ്ഖെ കാക്കണേ, തങ്ങളെ കാക്കണേ, നിന്റെ മുഹീദ്ദീൻ ഷെയ്ഖെ എന്ന് വിളിക്കുന്ന അതേ മുഹീദ്ദീൻ ഷെയ്ഖ് അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ. പലപ്പോഴും അദ്ദേഹം ജനങ്ങളോട് ജീവിച്ചിരിക്കുമ്പം ചോദിച്ചൊരു ചോദ്യമുണ്ട്: നീ എങ്ങനെയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക? നീ ജാറത്തിങ്കൽ പോകുന്നു, നീ ദർഗ മൂടുന്നു, നീ മന്ത്രിച്ചോതി കെട്ടുന്നു, എന്നിട്ടും നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആളാന്ന് പറയുന്നു. നിന്റെ ഹൃദയത്തിൽ ഒരുപാട് ഇലാഹ് ഉണ്ടായിരിക്കെ മന്ത്രി ചൂതിയവരെ നീ ഇലാഹാക്കി, വെള്ളം കുടിച്ചപ്പോ നീ ഇലാഹാക്കി, ഇന്ന ചാറത്തിലെ ഇലാഹാക്കി, എന്നിട്ട് നീ പറയുന്നു നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആളാണെന്ന്. അല്ലട്ടോ, അത് ശിർക്ക എന്ന് പറഞ്ഞ അതേ മുഹീദ്ദീൻ ഷെയ്ഖ് വീണ്ടും ജനങ്ങളോട് പറയുന്നു: ഒരാൾക്ക് അള്ളാഹുവിന്റെ വലിയാണെന്ന് റബ്ബ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ചില അടയാളങ്ങളോ ഏതെങ്കിലും ചില കറാമത്തുകളോ അള്ളാഹു അവന് കൊടുക്കുകയും ചെയ്താൽ തീർച്ചയായും കത്തുമാനിൽ കറാമാത്തി, ആ കറാമത്ത് അവൻ വിളംബരം ചെയ്യാൻ പാടില്ല. അവനത് ഗോപ്യമാക്കി വെക്കണം. അതിന്റെ പേരിൽ ഒരാൾ അവൻ സ്വാധീനിക്കരുത്. ഈ കറാമത്ത് കിട്ടി എന്റെ കൈ ഒരു 4-5 തവണ മുത്തിക്കോ എന്ന് പറയരുത്. ഈ കറാമത്ത് കിട്ടിയതുകൊണ്ട് ഞാൻ മരിച്ച എന്റെ കബറും പുറത്ത് കുപ്പുണ്ടാക്കണം എന്ന് പറയരുത്. എന്റെ പേരിൽ കറാമത്തിന്റെ ബുക്ക് എഴുതിയിട്ട് മാലോകരെയൊക്കെയും ഞാനാണ് ശ്രേഷ്ഠൻ, അള്ളനേക്കാളും വലിയ ശ്രേഷ്ഠൻ, എന്നോട് ചോദിക്കാതെ എന്റെ മുരീദന്മാരുടെ ആത്മാവിനെ റബ്ബ് പിടിക്കൂല എന്നുള്ള വർത്താനൊന്നും പറയരുത്. അത് ഇസ്ലാമിനെതിരെയുള്ള വർത്താന. അതുകൊണ്ട് തന്നെ വമിൻ ശുറൂത്തിൽ നുബുവ്വത്തി വൽറിസാല, എന്നാൽ നുബുവ്വത്തും റിസാലത്തും കിട്ടിയ അമ്പിയാക്കളും മുർസലീങ്ങളും ഇൽഹാറുൽ മുഅ്ജിസാത്ത്, അവരുടെ മുഅ്ജിസത്ത് പരസ്യപ്പെടുത്തണം. എന്തിന്? ജനങ്ങൾ ആ പ്രവാചകന്മാരിലേക്ക് വിശ്വസിക്കാൻ. വടി നിലത്തിട്ടപ്പോ പാമ്പായപ്പോ ഓടിയത് ആദ്യം മൂസാ നബിയാ. പിന്നീട് ആ വടിയെ കൈമ കിട്ടിയ മൂസാ നബിക്ക് എന്തിനാ റബ്ബേ ഇത് കടലിൽ അടിക്കുന്നത്? പാമ്പായി ഊളിയിട്ട് പോയാ ഈ വടി പിന്നെ കിട്ടുമോ നല്ല ചിന്തിച്ചത്. അല്ലാഹ് പറഞ്ഞു, മൂസ നീ ആ അതേ വടി നീ വെള്ളത്തിലടിച്ചാൽ വെള്ളം മാറി നിൽക്കും. അഥവാ ആ സമയത്തെ അതിന്റെ മോചിതത്വം കറാമത്തും അല്ലാഹ് വെളിവാക്കിയിട്ടുള്ളൂ. അതിന്റെ പേരിൽ പിന്നെ മൂസാ നബി ആ വടി കൊണ്ട് ചൂഷണം ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് അല്ലാഹ് അറിയിച്ചു കൊടുക്കുന്നത് ജനങ്ങൾ അതിലേക്ക് വിശ്വസിക്കാൻ വേണ്ടി. ഇതായിരുന്നു ഇസ്ലാമിന്റെ നിലപാട്. അതാണ് കറാമത്തിന്റെ വിഷയത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടതും. അല്ലാതെ ഇല്ലാത്ത ചില കഥകൾ, എന്തൊക്കെയോ കഥകൾ, ഓടിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റ് ഷെയ്ഖുന പിടിച്ചിറക്കി, നഊദു ബില്ലാ. ഇതൊക്കെ ഇസ്ലാമിന്റെ പേര് പറയുമ്പോ എന്നിട്ട് അത് വിശ്വസിക്കാത്തവനെ പറ്റി പറയുന്നു ഖുർആൻ തിരിയാത്തവനാണ്, റസൂലുള്ളാഹിനെ കളവാക്കിയവരാണ്. അല്ല, അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞതും റസൂലുള്ളാഹിക്ക് സംഭവിച്ചതും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഷെയ്ഖന്മാരെ പേരിൽ എഴുതി വെച്ചതാരാ? അവർക്ക് മുൻപേ അറിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അറിവ് അവർക്ക് എവിടെ നിന്ന് കിട്ടി? ഒരാൾക്കും കറാമത്ത് മുൻപ് അറിയിക്കില്ലെന്ന് അള്ളാഹ് പറയുമ്പോ അതൊക്കെ കിട്ടിയവരാ ഞങ്ങളെ ഷെയ്ഖന്മാര്. അതുകൊണ്ട് അവരെ വസീലയാക്കി ഇസ്തിഗാസ ചെയ്ത് ഇടയാളനാക്കി അള്ളാന്റെ അടുത്തേക്ക് പോകാം എന്ന് വിശ്വസിപ്പിച്ച് ജാറങ്ങളും മക്ബറുകളും കെട്ടിപ്പൊക്കി മുസ്ലിം സമുദായത്തെ കൊണ്ട് ശിർക്ക് ചെയ്യിച്ചത് അന്ന് മക്കയിലെ ബഹുഭൂരിപക്ഷ ബഹുദൈവ വിശ്വാസികളായിരുന്നു. കാരണം അവരും പറഞ്ഞിരുന്നു ലാത്ത അള്ളാന്റെ ഔലിയയാ, അതുകൊണ്ട് ലാത്ത മരിച്ചാൽ ലാത്തന്റെ കബർ ഞങ്ങൾ പൊക്കും. പൊക്കിയവര് കുറച്ചു കാലം കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി കബർ പൊക്കിയതുകൊണ്ട് കാര്യമല്ല, എന്തെങ്കിലും കുറച്ച് വെറൈറ്റികൾ വേണം. ആരാധനകൾ വീണ്ടും കബറും പുറത്തേക്ക് വന്നു, ചന്ദനക്കുട നേർച്ച വന്നു, കബറും പുറത്ത് കുമ്മായിട്ട് പൊന്തിച്ചിട്ട് ദ്വാരക്കൽ വന്നു, കത്തപ്പര കൊട്ടി ഖുർആനോത്ത് വന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അഥവാ ഖുർആൻ അല്ലെങ്കിലും ചില ഇബാദത്തുകൾ അവർ അർപ്പിച്ചു. ആ സമയത്താണ് അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത് അത് ശിർക്കാണ്, അവരോട് തേടരുത്. ലാത്ത നല്ല മനുഷ്യനാവാം, അവർ അള്ളാന്റെ അടുത്തേക്ക് മടങ്ങിക്കഴിഞ്ഞു, അവര് മോശോ തെറ്റോ എന്ന് വ്യാഖ്യാനിക്കാൻ നമുക്ക് അർഹതല്ല. പക്ഷേ എന്ന് കരുതി ലാത്തയുടെ കബറിങ്കൽ പോയി
പ്രാർത്ഥിക്കരുത്. അതേ ഇന്നും നമ്മളും പറയുന്നുള്ളൂ. മുഹീദ്ദീൻ ഷെയ്ഖോ CM ഷെയ്ഖോ അല്ലെങ്കിൽ ആരും നേന്മയുള്ളവരാകാം, അല്ലാഹു അഅലം. പക്ഷേ എന്ന് കരുതി കറാമത്ത് വ്യാഖ്യാനിച്ച് ഇസ്ലാമിനെ ഒരു ലുട്ടാപ്പിക്കഥയാക്കി മാറ്റരുത്. സമൂഹത്തിന്റെ മുൻപിൽ ഒരു പരിഹാസ്യ കഥാപാത്രമാക്കി മാറ്റരുത്. അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് കറാമത്തുകൾ ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഏതെങ്കിലും ഒരുത്തൻ നിങ്ങൾക്ക് കറാമത്ത് കിട്ടിയിട്ടുണ്ട്, എനിക്ക് കറാമത്തൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവന് നിങ്ങൾ സൂക്ഷിക്കണം. എന്നിട്ട് പറയുന്നു, ബൽ ഇദാ റഅയ്തുമുർ റജുലു യംശി അലൽ മാഇ, നിങ്ങൾ കാണുന്ന ഒരാൾ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുന്നു, വയതീറു ഫിൽ ഹവാഇ, അന്തരീക്ഷത്തിലൂടെ അങ്ങനെ നടക്കുന്നു, ഫലാ തഗ്തറു ബിഹി, ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. ഹത്താ തഅരിദു അംറുഹു അലൽ കിതാബി വസ്സുന്ന, അല്ലാഹുവിന്റെ ഖുർആനിലും സുന്നത്തിനും എതിരായിക്കൊണ്ട് നടക്കുന്നവനും അതുമായിട്ടൊരു ബന്ധമില്ലാതെ ഖുർആനും സുന്നത്തിനും എതിരായിട്ടുള്ള ചില പ്രയോഗങ്ങളുമാണ് അവൻ നടത്തുന്നതെങ്കിൽ ഫലാ തഗ്തറു, നിങ്ങളെ അശ്രദ്ധരാക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യരുത്, അവനെ നിങ്ങൾ അംഗീകരിക്കാൻ പാടില്ല. അതാണ് ഇമാം ഷാഫിയുടെ നിലപാട്. അഥവാ ഈ ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ ലോകത്തുള്ള മുഴുവൻ ഉലമാക്കളും പറയുന്നു, ഒരിക്കലും കറാമത്ത് ജനങ്ങളെ ചൂഷണം ചെയ്യാനാവരുത്. വെള്ളത്തിന്റെ മേലെ നടക്കുന്നു, കാണാനുള്ളവര് വരി എന്ന് പറഞ്ഞൊരു ചൂഷണോപാധിയാക്കരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ കറാമത്തിന്റെ വിഷയത്തിൽ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് മുസ്ലിം സമുദായത്തെ പൊട്ടന്മാരാക്കുമ്പോ, അന്യമതക്കാർക്ക് മുൻപിൽ ഇസ്ലാം ഒരു ഡിങ്കൻ കഥയാക്കി മാറ്റുമ്പോ അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും അതിന്റെ നിരർത്ഥകത്തെതിരെ സംസാരിക്കുക എന്നുള്ളതും ഇൽമ നേടിയ ഓരോ പണ്ഡിതന്മാരുടെയും വ്യക്തികളുടെയും ബാധ്യതയാണ്. അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും ചില ആളുകൾ ഇപ്പോഴും ഈ അന്ധവിശ്വാസത്തിന്റെ പിന്നാലെ പോകുന്നു. തെറ്റെന്നു പറഞ്ഞാൽ അതൊരു കുറ്റപ്പെടുത്തലും കുരുത്തക്കേട് കിട്ടലുമാകും എന്ന് പറയുമ്പോഴേക്കും ചിലർ മിണ്ടാതിരിക്കുന്നു. അള്ളാന്റെ റസൂലുള്ളാന്റെ കറാമത്ത് അവർ നിഷേധിച്ചു എന്ന് വ്യാഖ്യാനിക്കുമ്പോഴേക്കും പിന്നെ നമ്മളൊന്നും മിണ്ടാതിരിക്കുന്നു. റസൂലുള്ളാന്റെ കറാമത്തിൽ ഒരാൾക്കും നിഷേധമല്ല. അള്ളാഹുവിന്റെ റസൂലുള്ളാന്റെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അള്ളാഹ് കൊടുത്ത കുറെ മോചിതത്തും കറാമത്തും ഉണ്ട്, അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ കറാമത്തിനെ പറ്റി അള്ളാന്റെ റസൂലുള്ള പഠിപ്പിച്ചതും ഖുർആൻ പരിചയപ്പെടുത്തുന്നതും അത് കിട്ടിക്കഴിയുമ്പേ അള്ളാന്റെ ഒരു കറാമത്തുണ്ട് കിട്ടിട്ടോ എന്ന് പറയാൻ പറ്റൂ. പിന്നെ നിങ്ങൾ ആ കറാമത്തെ ഒരു ചൂഷണാക്കി മാറ്റാനും പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിലപാട്. അതാണ് ഹക്കും, അതാണ് ഖുർആനിനോടും സുന്നത്തിനോടും യോജിച്ചു നിൽക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇല്ലാ കഥകളെ കൊണ്ട് ഇസ്ലാമിനെ വികലമാക്കുന്നവർക്കിടയിൽ അള്ളാഹുവിന്റെ ദീനിനെ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.